ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ പാദപീഠത്തിൽ വീണ്ടും വചനം ശ്രദ്ധിപ്പാൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന സകലരെ അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങളോട് സംസാരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ അത്ഭുത നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏത് വ്യക്തിയെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ യേശു ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവിനെ ഉപദ്രവിക്കുന്നവനെ കർത്താവ് തൊടുന്ന ഒരു വാക്യമാണ്, ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും കർത്താവിൻ്റെ വേലക്കാരെയും കർത്താവിൽ വിശ്വസിക്കുന്ന മക്കളെയും കൊല്ലുക, ഉപദ്രവിക്കുക, അങ്ങനെ അധികാരപത്രവും വാങ്ങി പോകുന്ന ഒരുത്തനെ വഴിയിലിട്ട് കർത്താവ് തൊടുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, താങ്കൾ ഏതെല്ലാം സാഹചര്യത്തിലൂടെ പോകുന്ന ആളായിരുന്നാലും താങ്കളെ കാണുന്നൊരു ദൈവമുണ്ട്, അറിയുന്നൊരു ദൈവമുണ്ട്, താങ്കളെ വീക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. താങ്കളുടെ കൂടെ നടക്കുക ദൈവം. താങ്കളെ തൊടേണ്ട സമയമാകുമ്പോൾ തൊടും, കെട്ടുകളെ പൊട്ടിക്കും, നുഖങ്ങളെ ഒടിക്കും. സ്തോത്രം. താങ്കളുടെ സ്വഭാവത്തിനകത്തെല്ലാം വലിയൊരു മാറ്റം തരുവാൻ യേശു മതിയായവനാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അതിനകത്ത് അധികാരപത്രവുമായി ദമസ്കോസ് വരെ യാത്ര ചെയ്യുമ്പോൾ ദമസ്കോസിലിട്ട് സ്വർഗത്തിലെ ദൈവങ്ങളെ തൊടുകയാണ്. കർത്താവിന്റെ പ്രകാശം ചുറ്റിയടിച്ചു. അധികാരപത്രവുമായി വാങ്ങിപ്പോകുന്ന ശൗൽ താഴെ വന്ന് വീണു. സ്തോത്രം. താൻ നോക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഓ സ്തോത്രം. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നു എന്ത്? ശൗല് തിരിച്ചു ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? യേശു പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. യേശുവിൻ്റെ മക്കളെ ഉപദ്രവിക്കുമ്പോൾ യേശുവിൻ്റെ ഉപദ്രവം തുല്യമാണ്. യേശുവിൻ്റെ വചനം പ്രസ്താവിക്കുന്ന മക്കളെ ഉപദ്രവിക്കുമ്പോൾ, ദൈവ മക്കളെ ഉപദ്രവിക്കുമ്പോൾ, അനാവശ്യമായി മോശം വാക്കുകൾ പറയുമ്പോൾ ദൈവത്തെ ഉപദ്രവിക്കുന്ന തുല്യമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര, സഹോദരി, പ്രിയ പൈതലെ, താങ്കൾ അങ്ങനെ സ്തോത്രം പരിഹസിക്കാറുണ്ടോ? ദുഷിക്കാറുണ്ടോ? ഉപദ്രവിക്കാറുണ്ടോ? നിന്ദിക്കാറുണ്ടോ? ഞാൻ പറയാം, താങ്കൾ ദൈവ മക്കളെ അല്ല നിന്ദിക്കുന്നത്, ദൈവവേലക്കാരെ അല്ല നിന്ദിക്കുന്നത്, ദൈവത്തിനെതിരെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ദൈവത്തിനെതിരെ പറയുമ്പോൾ ദൈവജനത്തിനെതിരെ പറയുന്ന ശൗലിനെ നോക്കി ദൈവം പറയുന്നത്, സ്തോത്രം, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന്. ദൈവം പറയുന്നത്, നീ എന്നെ ഉപദ്രവിക്കുന്നത്, ജനത്തെ അല്ല. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, നമ്മൾ കർത്താവിൻ്റെ മക്കളെ ഉപദ്രവിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ നമ്മൾ അവരെ അല്ല നിന്ദിക്കുന്നത്, ദൈവത്തെ അത്ര നിന്ദിക്കുന്നത്, ദൈവത്തെ അത്ര ഉപദ്രവിക്കുന്നത്. അങ്ങനെ കർത്താവ് തൊടുന്നു, പ്രകാശം കിട്ടുന്നു, താഴെ വീഴുന്നു, 3 ദിവസം കാഴ്ച നഷ്ടപ്പെടുന്നു. ആ സ്തോത്രം ദൈവം മാറ്റി 3 ദിവസം ഇരുത്തുന്നു. അനന്യാസിനെ പറഞ്ഞേക്കുന്നു. അനന്യാസിനോട് പറയും, അനന്യാസ് നീ പോയി അവനെ തൊടണം, അവൻ്റെ മേൽ കൈവയ്ക്കണം എന്ന് പറയുമ്പോൾ അന്വേഷിച്ച് പറയും, കർത്താവേ, ഇവനെ തൊടാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാ, എന്ത് ചെയ്യാൻ? കർത്താവ് പറയും 9-ാം അധ്യായം അതിൻ്റെ 15-ാം വചനം വായിക്കുമ്പോൾ കർത്താവ് അവരോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. സ്നാനപ്പെടാത്ത ശൗൽ സ്നാനപ്പെട്ടു, പ്രകാശം തട്ടിയപ്പോൾ. സ്തോത്രം. പരിശുദ്ധന്മാർ പ്രാപിക്കാത്ത ശൗൽ പ്രകാശം തട്ടിയപ്പോൾ പരിശുദ്ധന്മാർ പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ലോകത്തിൽ അനേകം മക്കളെ ഉപദ്രവിച്ചവനെ ദൈവം തൊട്ടു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, എനിക്ക് പാപത്തെ ജയിക്കണം, രക്ഷപ്പെടണം, പറ്റുന്നില്ല. ഒരു പാപത്തിൽ കിടക്കുന്ന വ്യക്തിയായി ആണോ താങ്കൾ? സ്വത്രം മദ്യത്തിനും ലഹരി വസ്തുവിനും ലോകസ്നേഹത്തിനും സ്വത്രം കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്ന വ്യക്തിയാണോ എൻ്റെ ശബ്ദം കേൾക്കുന്നത്? എന്നാൽ കർത്താവിന് ഒരു സെക്കൻഡ് മതി താങ്കളെ
വിടുവിക്കുവാൻ എൻ്റെ കർത്താവ് താങ്കളെ കാണുന്നുണ്ട്, കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് താങ്കളെ അറിയുന്നുണ്ട്. ദേശം ഒറ്റപ്പെടുത്തിയതായിരിക്കാം, വീട്ടുകാർ പറഞ്ഞാളാ ഇനി എവനെ കൊണ്ട് പറ്റത്തില്ല, ഇവളെ കൊണ്ട് പറ്റത്തില്ല, ഇതൊരു വേസ്റ്റാണെന്ന് വലിച്ചെറിഞ്ഞ് കാണാം. അപ്പൻ ഉപേക്ഷിച്ച് കാണും, അമ്മ ഉപേക്ഷിച്ച് കാണും, മക്കൾ ഉപേക്ഷിച്ച് കാണും, നാട്ടുകാർ ഉപേക്ഷിച്ച് കാണും, വീട്ടുകാർ ഉപേക്ഷിച്ച് കാണും. സാരമില്ല, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ആ ഹൃദയത്തെ ഒന്ന് കൊടുക്കാമെങ്കിൽ യേശു താങ്കളുടെ ഹൃദയത്തിനകത്ത് വരും. ആ ജീവിതം ഒന്ന് വിട്ടുകൊടുക്കാമെങ്കിൽ, ഒന്ന് മുട്ടുമടക്കാമെങ്കിൽ, പാപത്തിന്റെ ആ കോട്ടിലെ സ്വർഗം അഴിച്ചു മാറ്റി ആ രക്തം കൊണ്ട് കഴുകി ഒരു നിർമ്മല കന്യകയാക്കി മാറ്റുവാൻ യേശു മതിയായ കർത്താവത്രേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, കാഴ്ച പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ചു, സ്നാനമേറ്റു, ആഹാരം കഴിച്ചു, ബലപ്പെട്ടു, സ്വർഗീയ ശക്തി നിറഞ്ഞു. സ്വത്രം. പിന്നത്തെ അങ്ങോട്ട് വായിക്കുമ്പോൾ, ലോകത്തിനെ ഉപദ്രവിച്ചവൻ ഇപ്പോൾ പട്ടണങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, രാജ്യങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, ഓരോ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. യേശു മാത്രം കർത്താവ് എന്ന് പറയാൻ തുടങ്ങി. ആരൊക്കെ എന്തൊക്കെ പറയുമ്പോഴും ഈ ശൗലിന്റെ ശക്തി കുറഞ്ഞില്ല സ്നേഹിതരെ. കാരണം ഇവന്റെ മേൽ പകർന്ന ശക്തി, സ്വത്രം, എല്ലാവരെയും ഉപദ്രവിച്ച, ദൈവമക്കളെ ഉപദ്രവിച്ച, ദൈവ വേലക്കാരെ, ദൈവനാമത്തെ ദുഷിച്ചവനെ ദൈവം തൊട്ടപ്പോൾ അവൻ്റെ സ്വരം മാറി, അവൻ്റെ നോട്ടം മാറി, അവൻ്റെ ചിന്ത മാറി, അവൻ്റെ സ്വഭാവം മാറി, അവൻ്റെ വിസൻ മാറി. അവൻ ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു, ദൈവശക്തിയാൽ നിറഞ്ഞു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ലോകത്തെ മറ്റുള്ളവരെ ഉപദ്രവിച്ചവൻ, ക്രിസ്തുവിനെ എതിരായിട്ട് നിന്നവൻ, കർത്താവിന്റെ ശക്തി അവൻ്റെ മേൽ വീണപ്പോൾ അവൻ ഒരു അനുഗ്രഹമായി മാറി. അവന്റെ ശബ്ദം ഒരു അനുഗ്രഹമായി മാറി, അവരുടെ കണ്ണുകൾ ഒരു അനുഗ്രഹമായി മാറി, അവരുടെ ചിന്തകൾ ഒരു അനുഗ്രഹമായി മാറി. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ ദേശത്തിനും നാടിനും വീടിനും വ്യക്തികൾക്കും ഒരു സ്വന്തം ദോഷ വിഷയമായി വലിച്ചെറിയപ്പെട്ട ആളായിരിക്കാം. എന്നാൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ യേശുവിന്റെ മുൻപിൽ കീഴടങ്ങിയാൽ യേശു താങ്കളെ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ തൊടും. യേശുവിനെ ഒരുപക്ഷെ അറിയാത്ത ആളാണെങ്കിൽ ഇന്ന് യേശു നിങ്ങളെ തൊടും. യേശു ആ കണ്ണുകളെ പ്രകാശിപ്പിക്കും, അകത്തെ കണ്ണുകൾ തുറക്കും, ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കും. യേശു കർത്താവ് കാണാനിടയായി തീരും, ആ ശബ്ദം കേൾക്കാനിടയായി തീരും, ആ കൃപ അനുഭവിക്കാനിടയായി തീരും. പരിശുദ്ധാത്മാവ് തരുവൻ യേശു മതിയായവനാണ്, പുതിയ ആളാക്കി മാറ്റുവൻ യേശു മതിയായവനാണ്. ഇതേ മനുഷ്യനിത സ്വത്രം യേശുവിനോട് കൂടെ നടക്കാൻ തുടങ്ങി. ഒരുപാട് പ്രതികൂലം തന്റെ ജീവിതത്തിൽ വന്നു, ഒരുപാട് പ്രശ്നം തന്റെ ജീവിതത്തിൽ വന്നു, ഒരുപാട് തവണ അടികൊള്ളേണ്ട അനുഭവം വന്നു, ഒരുപാട് തവണ കല്ലേറ് കൊണ്ടു, ഒരുപാട് തവണ സ്വത്രം കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. ഒരു കാരാഗ്രഹത്തെ മറ്റൊരു കാരാഗ്രഹത്തേക്ക്, അവിടെ ഒരിടത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റിയില്ല. ഡെമസ്കോസിൽ അടിച്ച പ്രകാശം, ആ ഡെമസ്കോസിൽ കത്തിയ ദൈവത്തിന്റെ ശക്തി ആ മനുഷ്യനെ അന്ത്യം വരെ വെടിനടത്തി. 14 ലേഖനങ്ങൾ നമുക്ക് വേണ്ടി ദൈവം അയാളിലൂടെ നൽകി. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. സ്വർഗത്തിന്റെ ഭാഷ അയാൾ കേട്ടു, സ്വർഗീയ ദൂതന്മാരെ അയാൾ കണ്ടു, എൻ്റെ യേശുവിനെ കണ്ടു, പലവട്ടം യേശുവിനെ കണ്ടു, യേശുവിന്റെ ശബ്ദം കേട്ടു. സ്വത്രം. ക്രൂശിക്കപ്പെട്ട യേശുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. സ്വത്രം. പോയിടത്തെല്ലാം വിടുവിക്കപ്പെട്ടു. എവിടെയെല്ലാം കാൽ ചവിട്ടിയോ അവിടെയെല്ലാം ആത്മാവ് ഇറങ്ങിച്ചെന്ന് കോട്ടകളെ ഉടച്ചു. എവിടെയെല്ലാം ലോകത്തെ ഉപദ്രവിച്ച ദൈവമക്കളെ ഉപദ്രവിച്ചവൻ ഇപ്പോൾ ക്രിസ്തുവിനെ ഉയർത്താൻ തുടങ്ങി. യേശു തന്നെ കർത്താവെന്ന് പറഞ്ഞ് യഹൂദന്മാരെ മിണ്ടാതാക്കി. ശൗലോ പ്രതികൂലം വരും തോറും മേൽക്കുമേൽ ശക്തി പെട്ടുകൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ പൈതലെ, നിന്നെ കർത്താവ് കാണുകയാണ്. ഓരോ പട്ടണങ്ങളിലേക്ക് ശൗൽ എന്ന മനുഷ്യൻ കർത്താവിനെ പ്രാപിച്ചുകൊണ്ട് പോവുകയാണ്. ആ കൊമ്പ് പോവുകയാണ്, ആ ക്രിസ്തുവിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോകുന്ന സ്ഥലത്തുള്ള ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ഒരു കൂട്ടം പേർ നിത്യതയ്ക്ക് ഓഹരിക്കാരായി മാറുന്നു. ഓരോ ഇടങ്ങളിൽ സഭ സ്ഥാപിക്കുന്നു, വീണ്ടും അടുത്ത പട്ടണത്തിൽ പോകുന്നു. പട്ടണ ഭൂതങ്ങൾ മുഴുവൻ ഇളകുന്നു, കൂട്ടത്തോടെ ജനം മാനസാന്തരപ്പെടുന്നു. ദേശം യേശുവിനെ കണ്ടുമുട്ടുന്നു, ദേശങ്ങൾ സമാധാനം വരുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ മരണത്തിന്റെ ആ നിമിഷം വരെയും നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു ആ കിരീടം പ്രാപിക്കുവാൻ താൻ ലാക്കിലേക്ക് നടന്നു നീങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ലോകം ഒരുപക്ഷെ അവഗണിച്ചപ്പോഴും അവൻ നിത്യ നരകത്തിന്റെ അവസ്ഥയിലേക്ക് ജീവിച്ച ഒരു മനുഷ്യനെ ഡെമസ്കോസിൽ വെച്ച് തൊട്ട ദൈവം, ആമെ കാഴ്ച പ്രാപിച്ച ജീവൻ 1000 പേരെ, എത്രയോ ലക്ഷം പേരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഈ ശൗൽ എന്ന മനുഷ്യനെ ഉപയോഗിച്ചു. അപ്പോസ്തലനാകുന്ന പൗലോസാക്കി 14 ലേഖനങ്ങൾ എഴുതി നമുക്ക് കൈമാറി. സ്വത്രം. പല സ്ഥലങ്ങളിലും കാലി ചവിട്ടി പ്രാർത്ഥിച്ച് ദേശത്തിലെ ജനങ്ങളെ യേശുവിൽ
യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഈ മനുഷ്യൻ ഇറങ്ങിച്ചെന്നു. പാപികളെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തി. ഒരു കൂട്ടം പേർ നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീർന്നു. നിത്യ നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തിലെത്തിക്കുവാൻ ഈ മനുഷ്യനെ ഉപയോഗിച്ച ഒരു ദൈവമുണ്ട്. ഈ മനുഷ്യനെ നടത്തിയ ഒരു ശക്തിയുണ്ട്. ഈ മനുഷ്യനെ നിയന്ത്രിച്ച ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇന്ന് ആ ആത്മാവ്, ആ ദൈവം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ താങ്കളുടെ മേൽ ഇറങ്ങുകയാണ്. ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വിടുതൽ നടക്കുന്നു. ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുന്നു. ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കുന്നു. അഭിഷേകം ഇറങ്ങുന്നു. നിങ്ങളുടെ വിടുതൽ നടക്കുന്നു. സഹോദര സഹോദരി, എത്രയോ പേർ നിത്യ നരകത്തിന് പാപം ചെയ്ത് ജീവിക്കുന്നു. അവരെ കൂടെ കർത്താവിൽ എത്തിക്കുവാൻ, കർത്താവിന്റെ അടുക്കൽ എത്തിക്കുവാൻ നിങ്ങൾ ഒരു ദൂത് വാഹകനായി, ഒരു ദൂത് വാഹകയായി എന്റെ ദൈവം കാണുകയാണ്. യേശു പറയുന്ന മക്കളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, സ്തോത്രം, കോടികൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ താങ്കളെ ദൈവം കാണുകയാണ്. ഇന്ന് പാപത്തിൽ ജീവിക്കുകയാണോ? താങ്കളോട് വിശ്വാസമുണ്ട്. എന്റെ കർത്താവ് ചെയ്യും, അത്ഭുതം ചെയ്യും. താങ്കളെ സ്നേഹിക്കുന്ന യേശു ഇതാ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമത്തെ പോലെ വെളുപ്പിക്കുന്ന കർത്താവ് ശൗലിനെ വെളുപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി ഓടി അന്ത്യം വരെയും ഓടി ആയിരങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുവാൻ തക്കതായ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയ മനുഷ്യനെ പോലെ ഇതിനകത്ത് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, തങ്ങൾ ആരായാലും എത്ര പാപത്തിന് അടിമയായാലും യേശു തങ്ങളെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയത്തെ കർത്താവിന് തുറന്നു കൊടുക്കാം. യേശുവേ, ഞാനിത് അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. ഇനി എന്റെ ജീവിതം അങ്ങേക്കായി. ഇതാ ഞാൻ എന്നെ അങ്ങയുടെ കരത്തിൽ തരുന്നു. അങ്ങയുടെ ഹിതപ്രകാരം എന്നെ പണിത് ഉപയോഗിക്കണമേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന ആവാലവൃത്ത മക്കളെ തരുന്നപ്പ കർത്താവെ, കർത്താവിനെ കണ്ടുമുട്ടി പിന്മാറ്റക്കാർ ഇതിനകത്ത് കേൾക്കുന്നവരുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടാത്തവരുണ്ട്. യേശുവെ കണ്ടുമുട്ടി കർത്താവിൽ ജീവിച്ച് ശക്തി പ്രാപിക്കാത്തവരുണ്ട്. എല്ലാവരുടെ മേലെ അമിത ബലം പകരണം. ശക്തി പ്രാപിച്ചവരുണ്ട്. ഇനി ഇരട്ടി ബലത്തോടെ ഉപയോഗിക്കണം. എല്ലാവരും തൊട്ടനുഗ്രഹിക്കണം. എല്ലാവരും യേശുവിന്റെ ദൂത് വാഹകരമായി മാറട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ, ശക്തിയാൽ നിറയട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന മക്കളിലൂടെ ഒരു കൂട്ടം പേർ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഒരു മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗം, ഭാര, ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകട്ടെ. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.